Hi friends, Assalamu alaikum. Welcome to my YouTube channel. ഇന്ന് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇന്ന് ഹൂക്സിനെ കുറിച്ചിട്ടും പിന്നെ യാണും ഹൂക്കും ഒക്കെ എങ്ങനെ പിടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൂക്സിനെ കുറിച്ച് പറയാം. ഹൂക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്രോഷേ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിക്കാണ് ഹൂക്സ്, ക്രോഷറ്റ് ഹൂക്സ് അല്ലെങ്കിൽ ക്രോഷറ്റ് നീഡിൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 0.35 mm തൊട്ടിട്ട് 25 mm വരെയുള്ള സൈസിൽ നമുക്ക് ഹൂക്സ് കിട്ടുന്നുണ്ട്. ഇത് സ്റ്റീല്, അലുമിനിയം, പ്ലാസ്റ്റിക്, ബാംബു എന്നുള്ളതിലൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. ഇതാണ് സ്റ്റീൽ ഹൂക്സ്. സ്റ്റീൽ ഹൂക്സ് എന്ന് പറയുമ്പം 2 mm താഴേക്കുള്ള ഹൂക്സാണ് സ്റ്റീലിൽ വരുന്നത്. 1 mm, 1.5 mm, 0.35 mm ഒക്കെ സ്റ്റീലിലാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീലാകുമ്പം പെട്ടെന്ന് പൊട്ടാത്തത് കൊണ്ടാണ് നമ്മൾ 1 mm ഒക്കെ സ്റ്റീലിൽ ചെയ്യുന്നത്. 1 mm ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല നേരിയ ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിൽ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുണിയിലൊക്കെ തുന്നാൻ ഉപയോഗിക്കുന്നതും ഈ സൂചിയാണ്. പിന്നെ നോക്കുക, ഇതാണ് ബാംബു ഹൂക്സ്. ഇത് എല്ലാ സൈസിലും കിട്ടുന്നുണ്ട്. 2 mm തൊട്ടിട്ട് 25 mm വരെയുള്ള എല്ലാ സൈസിലും കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് ഹൂക്സ് ആണ്. ഇതും എല്ലാ സൈസിലും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതും പെട്ടെന്ന് പൊട്ടിപ്പോവും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ബാംബു ഒക്കെ വെയ്റ്റ്ലെസ് ആണ്, തീരെ വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ രണ്ട് ഹൂക്സും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കിഷ്ടം അലൂമിനിയം ഹൂക്സ് ആണ്. അലൂമിനിയം ഹൂക്സ് ആകുമ്പം എല്ലാ സൈസിലും കിട്ടും. നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഇതൊക്കെയാണ് അലുമിനിയം ഹൂക്സ്. ഇപ്പം ഇങ്ങനത്തെ ഹൂക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ റബ്ബർ ഹാൻഡിൽ വരുന്ന ഹൂക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് നോക്കാം, ഇത് പല സൈസുകളിലും വരുന്നുണ്ട്. അപ്പോൾ UK US ടൈം എന്ന് പറഞ്ഞിട്ട് കുറേ ടേമിലാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത്. ചില പാറ്റേണിൽ US ടൈമിൽ H ഹൂക്ക് ഉപയോഗിക്കുക, I ഹൂക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറയും. അപ്പം അതെന്താണെന്ന് നമുക്കൊരു ചാർട്ട് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ചാർട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഹൂക്കിൻ്റെ സൈസുകൾ മനസ്സിലാവും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് മെട്രിക്, US, UK എന്ന് പറഞ്ഞിട്ട് കാണാം. മെട്രിക് സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. 2 mm, 2.5 mm, 2.25 mm, 3 mm എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന സൈസുകൾ. പക്ഷേ US-ലും UK-ലും ഈ സൈസുകളല്ല പറയുക, ആൽഫബറ്റിക്കിലും വേറെ നമ്പേഴ്സുമൊക്കെയാണ് സൈസ് വരിക. അപ്പോൾ ചില പാറ്റേണിൽ നമുക്ക് കാണാം H ഹൂക്കിൽ ഉപയോഗിക്കാമെന്ന് പറയും, ചിലത് F ഹൂക്ക് യൂസ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ H എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഇതിൽ 5 mm ആണ് ഹൂക്ക് സൈസ് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, ഏത് ഹൂക്കാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഹൂക്കിൻ്റെ പാർട്സുകളും യാൺ എങ്ങനെയാണെന്നും ഹൂക്ക് എങ്ങനെ പിടിക്കുക എന്നുള്ളതും നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഉള്ള ഹൂക്ക് സെറ്റാണ്. ഇത് ഹാൻഡിൽ, തം ഗ്രിപ്പ്, സ്ട്രങ്ക്, ത്രോട്ട്, ഹൂക്ക്, ടിപ്പ്, ഇത്രയാണ് ഹൂക്കിൽ പാർട്സുകൾ വരുന്നത്. ഇനി നമുക്ക് ഹൂക്ക് പിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ നൈഫ് ഗ്രിപ്പിലാണ് പിടിക്കുന്നത്. സാധാ നമ്മൾ കത്തി പിടിക്കുന്ന മാതിരി പിടിക്കുന്നതിനാണ് നൈഫ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ഗ്രിപ്പിൽ പിടിക്കാം. നമ്മൾ സാധാ എഴുതാനൊക്കെ പെൻസിൽ പിടിക്കുന്ന മാതിരി പിടിക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾ പിടിക്കാം. നിങ്ങൾ പിടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടായത് പിടിക്കാം. ഇനി യാൺ നോക്കാം. യാൺ ജസ്റ്റ് നമ്മളിങ്ങനെ വെച്ച് ഈ വിരലിലൂടെ ചുറ്റിക്കുക. ഇതൊരു ഫസ്റ്റ് മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലുകൊണ്ട് പിടിക്കുക. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം ഈ വിരൽ ടൈറ്റ് ആക്കുമ്പോൾ യാൺ ടൈറ്റാവും, ലൂസൺ ചെയ്യുമ്പോൾ ലൂസാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, കണ്ടോ, ഇപ്പോൾ ടൈറ്റായി. ഞാൻ വിരൽ ലൂസ് ചെയ്യുമ്പോൾ യാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റുക. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ വിരലുകൊണ്ടാണ് നമ്മൾ കണ്ടോ ലൂസൺ ചെയ്യുമ്പം വരും, നമ്മൾ ടൈറ്റൻ ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ വിരൽ വെച്ച് ചെയ്യുന്നത് അത്ര കംഫർട്ടല്ല. ഇതുകൊണ്ട് ടൈറ്റൻ ചെയ്യാൻ, ലൂസൺ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ട്
ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിരലോൽ ചുറ്റിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഏതാ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് കാണിച്ചു തരാം. ഹൂക്ക് ഇട്ടിട്ട് ഞാനതാ ഈ വിരലിലാണ് ഞാൻ ചുറ്റാറ്. എന്നിട്ട് നൈഫ് ഗ്രിപ്പിൽ പിടിച്ചു. ഇതാ ഇങ്ങനെ നമ്മൾ ഇതാ ഇപ്പം ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യും. ഇനിയല്ല പെൻസിൽ ഗ്രിപ്പിൽ പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ഗ്രിപ്പിൽ പിടിച്ചിട്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് പെൻസിൽ ഗ്രിപ്പിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് എനിക്ക് അത്ര കംഫർട്ടല്ല. ഞാൻ നൈഫ് ഗ്രിപ്പാണ് ഞാൻ പിടിക്കാറ്. നിങ്ങൾ പിടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. അപ്പം ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യാണും ഹൂക്കും ഒക്കെ എങ്ങനെ പിടിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചസുകൾ തുടങ്ങും. ഈ ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് നോട്ടും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും യാണും ഹൂക്കും ഒക്കെ മേടിച്ച് റെഡി ആയിട്ട് ഇരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.